വളരെ കഷ്ടപ്പെട്ട് തൻ്റെ സമ്പാദ്യത്തിൽ വലിയ ഓഹരി കൊടുത്ത് അയാൾ മകനെ ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേർത്തു. 10ാം ക്ലാസ് വരെയും പിന്നെ +2 വരെയും ഫുൾ A+ വാങ്ങി മികച്ച പഠന നിലവാരം പുലർത്തിയ ആ കുട്ടി അവൻ്റെ റിസൾട്ട് വരുമ്പോഴൊക്കെ വാപ്പാക്ക് റിസൾട്ട് അയച്ചു കൊടുക്കും, ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയിക്കും. അവൻ്റെ കൂടെ പഠിച്ച പല കുട്ടികളെയൊക്കെ അപേക്ഷിച്ച് അവൻ എല്ലാ വിഷയത്തിലും പാസ്സായതാണ് സർട്ടിഫിക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് എപ്പോഴോ അദ്ദേഹത്തിന് എന്തോ ഒരു വിഷമം പ്രയാസമൊക്കെ തോന്നി ഒരു കൂട്ടുകാരനെ വിളിച്ചപ്പോൾ അവനെ എല്ലാ പരീക്ഷയും ജയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലല്ലോ, അവനെല്ലാ പേപ്പറും കിട്ടിയിട്ടില്ലല്ലോ എന്ന് കൂട്ടുകാരൻ പറഞ്ഞതിൽ നിന്നാണ് അദ്ദേഹത്തിന് ചില സംശയങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികളുടെ മാർക്കും കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾക്ക് കാണാൻ അവസരമുള്ള പോർട്ടലിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആദ്യത്തെ 2 വർഷം മാത്രമാണ് അവൻ പരീക്ഷ എഴുതിയത്. ഇതിപ്പോൾ 4ാം വർഷമാണ്. അതിനിടയിൽ പകുതിയിലേറെ പേപ്പർ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവനവിടെ ഒരു പ്രണയത്തിൽ ആ കുട്ടിയുമായി അവൻ ബെഡ് ഷെയർ ചെയ്തതിനടക്കമുള്ള തെളിവുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഒരു അവസ്ഥ നമുക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഒരു മനോനില എന്തായിരിക്കും? ഇന്ന് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ സിസ്റ്റമാണ് കൊന്നത് എന്നൊരു ടൈറ്റില്, വാർത്ത ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല, അങ്ങനെ ഞാൻ എൻ്റെ സ്കൂളിലെ മേശപ്പുറത്ത് ഇരിക്കുന്നത് കണ്ടു. കുട്ടി നീറ്റ് പരീക്ഷയിൽ ഇനിയും പരീക്ഷ എഴുതാനുള്ള അവസ്ഥ എനിക്കില്ല, അമ്മ ആഗ്രഹിക്കും പോലെ ആകാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് വയ്യ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 24 ലക്ഷം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു തീവ്രമായ വിഷയമായിട്ടും അത് ഇവിടുത്തെ മാധ്യമ സമൂഹങ്ങൾ ഏറ്റെടുക്കാത്തത് അവരുടെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് എന്നതുകൊണ്ടാണ്, അവരെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് എന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായി ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കളുടെ അടുത്ത് നിന്ന് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണുന്നു, ഭർത്താവിൽ നിന്ന് കാണുന്നു, ഭാര്യയിൽ നിന്ന് കാണുന്നു. ഏറെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് വളർത്തുന്ന കുഞ്ഞുങ്ങൾ, അവരെ നമുക്ക് നഷ്ടപ്പെടുന്നു. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ കുട്ടി, ഒരു ചെറിയ പനി, ആ പനി പതിയെ മഞ്ഞപ്പിത്തത്തിലേക്ക് വഴിമാറി കരള് പോയി. എളാപ്പ കരള് പകുത്തു കൊടുത്തു. നമ്മളെല്ലാവരും പോസ്റ്റൊക്കെ ഇട്ടു. ഒരു 1.5 ദിവസം കൊണ്ട് 10-45 ലക്ഷം രൂപ പിരിച്ചു. സർജറിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ആ കുട്ടി ക്രിട്ടിക്കൽ അവസ്ഥയിൽ തുടരുകയാണ്. ICUവിൻ്റെ പുറത്ത് വെന്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുകയാണ്. ഞാൻ ചില നിമിഷങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ഭയങ്കര ആഘോഷത്തോടെ, ആവേശത്തോടെ, പ്രതീക്ഷയോടെ മോളെ കല്യാണം കഴിച്ചു വിട്ടു. കുട്ടി തിരിച്ചു വന്നു. ആ വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇവിടെയൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ ആമുഖമൊക്കെ പറഞ്ഞത്. ആ കാര്യം ഇതാണ്, നിരാശയാണ്. നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇറക്കി ഒരു ബിസിനസ് തുടങ്ങി, കത്തിപ്പടർന്നു വന്നു. പിന്നെന്തോ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ മതി, ഒരു ബിസിനസ്സൊക്കെ പൊളിയാണ്. അവിടെ ഉള്ള ഒരു സ്റ്റാഫിന്റെ അടുത്ത് വരുന്ന ചെറിയൊരു കൈകാര്യകർത്തൃത്വത്തിലൊരു വിഷയം വന്നാൽ മതി, അല്ലേ? അങ്ങനെ അതൊക്കെ തകർന്നടിഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യന് സംഭവിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതും ഇസ്ലാം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചില കാര്യങ്ങൾ പറയുന്നത്. അത് നിരാശയാണ്. നിരാശ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കയറിയാൽ അയാൾക്കൊരിക്കലും ആ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തുഴഞ്ഞു കയറാൻ പറ്റില്ല. ഓരോരുത്തരും ഇങ്ങനെ ഈ ഒരു ഖുത്ബ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ, ഞാൻ അങ്ങനെ ഇനി നടക്കൂല, ഇനിയൊന്നും ഉണ്ടാവില്ല, ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിക്കണ ഏതെങ്കിലും വിഷയമുണ്ടോ എന്ന് വെറുതെ ഒന്നിങ്ങനെ മനനം ചെയ്ത് നോക്കുങ്ങൾ. അല്ല, നമ്മളെ ടെൻഷൻ പൊളിയോ കോളാവോ? ഇങ്ങനെ ഉള്ള വിഷയത്തിൽ ശൈത്താൻ എന്താണ് സംഭവിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സീറോ പ്രതീക്ഷയിലേക്ക് എത്തിക്കുമ്പോൾ പിന്നെ അവിടെ നമ്മളൊന്നും പരിഹാരങ്ങളെ കുറിച്ച് ചിന്തിക്കൂല. ഞാൻ ആദ്യം പറഞ്ഞു, കുട്ടീൻ്റെ വാപ്പിയും ഉമ്മയും എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് ദീർഘമായി സംസാരിച്ചു, 3 മണിക്കൂർ സംസാരിച്ചു. അപ്പോൾ മൂപ്പര് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് അവൻ്റെ പ്രണയം. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് കരാറാക്കി വിട്ടതാണ്. വിദ്യാഭ്യാസ വർഷത്തിന്റെ ആരംഭം കൂടിയാണല്ലോ, അതുകൊണ്ടും കൂടിയാണ് ഞാൻ ആ പോയിന്റ് എടുത്തത്. ഭയങ്കര പ്രതീക്ഷയാണ് നമുക്ക് നമ്മളെ കുട്ടികളിൽ. ഒരിക്കലും നമ്മൾ വിശ്വസിക്കണില്ല.
അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞപ്പോൾ അയാൾ കണ്ണൊക്കെ നനഞ്ഞിട്ട് അയാൾ എത്തിപ്പെട്ട ഒരു വല്ലാത്ത അവസ്ഥയെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യും കാലും കഴിഞ്ഞ പോലെ എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളെ മോനെ ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കണില്ല എന്നാണ്. അമിതമായ പ്രതീക്ഷയും ഒരു വ്യക്തിയിലും നമുക്ക് പരസ്പരം അങ്ങനെ ആവശ്യമില്ല. ഈ വാപ്പ അവനെ പറ്റിയുള്ള അമിതമായ പ്രതീക്ഷ കൊണ്ട് തന്നെ ഒരിക്കൽ പോലും കേരളത്തിന്റെ പുറത്ത് അവൻ പഠിക്കണ ക്യാമ്പസിൽ അവൻ പറഞ്ഞത് കേട്ടതല്ലാതെ പോയി നോക്കിയില്ല. ഒരു സാധാരണക്കാരനൊന്നുമല്ല, അയാൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. അയാൾ പോയി നോക്കിയതേ ഇല്ല. കാരണം അത്രയും വിശ്വാസമാണ് കുട്ടികളിൽ. ഞാൻ പറയുന്നത്, നമ്മുടെ മുന്നിൽ എന്തെല്ലാം തകർന്നടിഞ്ഞാലും നമ്മളെ കുട്ടികളും മക്കളെല്ലാവരും കൂടി ഒരു വണ്ടിയിൽ പോയി, ആ വണ്ടി ആക്സിഡന്റ് ആയി, എല്ലാവരെയും നഷ്ടപ്പെട്ടു. അവർക്ക് എല്ലാവർക്കും വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ ആ മയ്യത്തുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒന്നിച്ച് നീട്ടിവെച്ച മയ്യത്ത് കട്ടിലുകൾക്ക് പിന്നിൽ നിസ്കരിക്കുമ്പോഴും ഒരു വിശ്വാസിക്ക് നിരാശ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നത്. ഒരു മെഡിക്കൽ റിപ്പോർട്ട് നെഗറ്റീവായി ആ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത് ലക്ഷങ്ങളുടെ ചെലവ് വരുന്ന ചികിത്സയെക്കുറിച്ചാണ്. ആത്മാഭിമാനങ്ങൾ മുഴുവൻ എടുത്തുവെച്ച് ഏതോ ഒരു സോഷ്യൽ വർക്കർ കൊണ്ടുവന്ന ക്യാമറക്ക് മുന്നിൽ കലങ്ങിയ കണ്ണുമായി ഞങ്ങളെ കുടുംബത്തെ രക്ഷിക്കണേ, എന്റെ മകനെ രക്ഷിക്കണേ എന്ന് പറയാൻ വേണ്ടി അവർ നിർബന്ധിച്ച് മുന്നിലേക്ക് നിർത്തുമ്പോ കുഞ്ഞാണോ വലുത്, അഭിമാനമാണോ വലുത് എന്ന് പലവട്ടം ആവർത്തിച്ച് ചിന്തിച്ച് അവസാനം നിന്ന് കരയുന്നവരെ നമുക്ക് കാണാൻ പറ്റും. സ്ക്രോൾ ചെയ്ത് പോകാറുണ്ട്. അതൊരു ശരിയായ സാമൂഹ്യക്ഷേമ പ്രവർത്തനമാണെന്ന് തോന്നിയിട്ടില്ല. അതൊന്നും ഇല്ലാതെയും മനുഷ്യന്മാർ പൈസ കൊടുക്കും, ഈ കരച്ചിലും കണ്ണീരൊന്നും ഇല്ലെങ്കിലും. ഞാൻ അങ്ങോട്ട് പോണില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് ഇസ്ലാമിന്റെ അസ്ലാണ്. ഈ അസ്ല് ഉറപ്പിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയാണ് സൂറത്ത് യൂസുഫിന്റെ 87 ലാ തൈഅസൂ മിർ റൗഹില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, നിശ്ചയമായും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുക ആര് മാത്രമാണ്? കാഫിരീങ്ങൾ മാത്രമാണ്, പടച്ചോനെ വിശ്വസിക്കാത്തവർ മാത്രമാണ്. അപ്പൊ 25 കൊല്ലായിട്ട് മക്കളില്ലാത്ത ഒരാള്, 30 കൊല്ലായിട്ട് മക്കളില്ലാത്ത ഒരാള് ഈ ഫയലൊക്കെ മടക്കി വെക്കല. നമ്മൾ പ്രാർത്ഥിക്കണം, പടച്ചോനെ എനിക്ക് നീ ഹൈറായ നിലക്ക് എന്റെ ജീവിതത്തെ ആക്കി തരണം, എനിക്ക് കുഞ്ഞിനെ തരണം. നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ, പടച്ചോൻ ഒരു കാര്യത്തിന് എങ്ങനെയാണ് ഉത്തരം കൊടുക്കുക? ഒന്നുകിൽ ചോദിച്ചത് കൊടുക്കും, അല്ലെങ്കിൽ ചോദിച്ചതിന് പകരം കൊടുക്കും. അവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മൾ ചോദിച്ച് ചിലപ്പോൾ കിട്ടൂല, പക്ഷെ അതിന് പകരം കിട്ടും. ഇതൊന്നുമില്ലെങ്കിലും പരലോകത്ത് കിട്ടും. മാത്രല്ല, വിശുദ്ധ ഖുർആൻ ഒന്നുകൂടി പറഞ്ഞു, വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ. ആരാണ് വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ? അള്ളാഹുവിന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തിൽ നിന്ന് വഴിപിഴച്ചവരല്ലാതെ ആരാണ് നിരാശപ്പെടുക? എനിക്ക് മാത്സ് ഒന്നും പഠിയില്ല എന്നൊരു കുട്ടിയാണ് വിചാരിക്കുന്നത്, എനിക്ക് സയൻസ് ഒന്നും പഠിയില്ല. അയാളെ എന്നോ മാത്സോ സയൻസോ പഠിപ്പിച്ച ഒരു അധ്യാപകന്റെ അടുത്ത് വന്നൊരു പ്രശ്നമോ അല്ലെങ്കിൽ പടച്ചോൻ അവന് കൊടുത്ത ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും അത്. ചിലപ്പോൾ സ്റ്റഡി ഡിസേബിലിറ്റി ഉണ്ടാകും, അല്ലെ? ചിലപ്പോ ഭാഷ ശരിക്കും പഠിക്കാനുള്ള കഴിവുണ്ടാവില്ല, ചിലപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള കഴിവുണ്ടാവില്ല. അവിടെയൊക്കെ ആകെ നിരാശപ്പെട്ട് തകർന്ന് മൊത്തം വേഗം ബ്ലേഡ് വെക്കുക എന്നുള്ളതാണ്, വേഗം ആത്മഹത്യയിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇതൊക്കെ മറന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്താ, ടൂർ അങ്ങനെ പോവുക, ഒന്ന് കഴിഞ്ഞ് അടുത്ത ടൂർ, അത് കഴിഞ്ഞ് അടുത്ത ടൂറ്, അല്ലെ? ടൂർ ഓണിന് കുഴപ്പമൊന്നുമില്ല. നമ്മളെ സാമ്പത്തികത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടും നമ്മൾ ബാധ്യതകൾ നിർവഹിക്കേണ്ടവർക്കൊക്കെ നിർവഹിച്ചു കൊടുത്തുകൊണ്ടും നമ്മളെ കുട്ടികളും അവരുടെ ഭാവിയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടും ഒക്കെ ആകാം, നല്ലതാണ്. അങ്ങനെ അതിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് പഠിക്കാണ്ടാവും. പക്ഷേ ഞമ്മക്ക് നമ്മളെ വാപ്പാന്റെ ഉപയൊക്കെ തന്നിട്ടുണ്ട്, നീ അമ്മക്ക് കിട്ടുന്നുണ്ട് നമ്മളങ്ങനെ ടൂർ അടിച്ചിട്ട് അങ്ങനെ തീർക്കാം, അത് മാന്യതയല്ല. നമുക്ക് ചുറ്റും വേദനിക്കുന്നവരും നിരാശപ്പെടുന്നവരും സങ്കടപ്പെടുന്നവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ നിർത്തിയിട്ട് അങ്ങനെ പോകുന്നത് അത് ശരിയാണോ എന്ന് പരിശോധിക്കണം. നമുക്കുള്ള ഫറളുകളെ മുഴുവൻ വഴിക്കിട്ടിട്ട് നമുക്കുള്ള ഫറളുകളെ ഫറള് നിസ്കാരം നോമ്പ് മാത്രമൊന്നുമല്ല, ഫറള് നമ്മുടെ ഉത്തരവാദിത്വവും ജോലിയും കാര്യങ്ങളൊക്കെ, അതിനെ മുഴുവൻ വഴിക്കിട്ടിട്ട് അതും ശരിയല്ല. ഞാൻ പറയുന്നത്, പലപ്പോഴും മനുഷ്യന്മാർ അവരുടെ വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓടിയൊളിക്കലുകളാണ് ഇതിനെ പലതും കാണുന്നത്, അല്ലെ? ലഹരിയിലേക്ക് പോകുന്നു. ഇസ്ലാം വളരെ കൃത്യമായി പറയണം, എന്താ, വിശ്വാസികളോട് പറയണം. ഇപ്പോ ചില ആളുകളൊക്കെ പാപങ്ങൾ ചെയ്തിട്ട് ആ പാപങ്ങളുടെ നിരാശ ഉണ്ടാകും. ആ പാപങ്ങളുടെ നിരാശയിൽ പലപ്പോഴും പല അബദ്ധങ്ങളും ചെയ്തു വെക്കും. പടച്ചോന്റെ അടുത്ത് നിന്ന് പരിഹരിക്കുന്നതിന് പകരം പടപ്പയുടെ അടുത്തേക്ക് പോകും. ഖുർആൻ പറയുന്ന സൂറത്ത് സുമറിന്റെ 53 ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഓ വിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണ്ട, നിങ്ങളുടെ എല്ലാ പാപം അള്ളാഹ് പുറത്തു തരും. അള്ളാഹു അല്ലാതെ വേറെ ആരാണ് പാപങ്ങൾ പുറത്തു തരാന്നാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഒന്നുകൂടെ പറഞ്ഞു, ഫൈന മഅൽ ഉസ്രി യുസ്റ, എല്ലാ ഉസ്റിന്റെ ശേഷം ഒരു യുസ്ർ ഉണ്ട്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടോ ആ പ്രതിസന്ധികൾക്കൊക്കെ ശേഷം ഒരു എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, എല്ലാ പ്രയാസങ്ങൾക്കും ശേഷം എളുപ്പമുണ്ട്, എല്ലാ എളുപ്പങ്ങൾക്കും ശേഷം പ്രയാസമുണ്ട് എന്നാണ്. ലൗ ദഖലൽ ഉസ്ർ, ഇബ്നു മസ്ഊദ് പറയാ, ലൗ ദഖലൽ ഉസ്ർ ഹുജ്റൻ ലൗ ദഖലൽ ഉസ്ർ ജുഹ്റൻ,
ലദഖല അലൈഹിൽ യുസ്ർ ഫഅഖ്റജഹു. വല്ലാത്തൊരു പ്രതീക്ഷയുള്ള വാക്കാണ്. എന്താണ് ഇബ്നു മസ്ഊദ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയാ, ലൗ ദഖലൽ ഉസ്ർ, ഒരു പ്രയാസം പ്രവേശിച്ചു. എവിടെ പ്രവേശിച്ചു? ജുഹറൻ, ഒരു മാളത്തിൽ. ജുഹറൻ, ഒരു മാളത്തിൽ. ലദഖല അലൈഹിൽ യുസ്ർ, അതേ മാളത്തിലേക്ക് എളുപ്പം വരും. ഫഅഖ്റജഹു, എന്നിട്ട് ആ പ്രയാസത്തിന് പുറത്തു കിട്ടും. ഇപ്പൊ നമ്മൾ കുറച്ച് ടൈറ്റിലാണ്, കുറച്ച് ബുദ്ധിമുട്ടിലാണ്, കുറച്ച് പ്രതിസന്ധിയിലാണ്, രോഗങ്ങളിലാണ്, പ്രയാസങ്ങളിലാണ്. നമുക്കൊന്നും ഒരു പ്രയാസമല്ല സഹോദരന്മാരെ, നമുക്കൊന്നും ഒരു പ്രയാസമല്ല. ഞാൻ എൻ്റെ ലോക മാനസികാരോഗ്യ ദിനത്തിൽ ഒരു ഖുത്ബ പറഞ്ഞിരുന്നു. ആ ഖുത്ബക്ക് ശേഷം ഒരുപാട് വ്യക്തികൾ, ഒരുപാട് മനുഷ്യർ, അവർക്ക് എന്തൊക്കെയോ ഇതിനൊക്കെ പരിഹാരം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട്. എന്നെ നിരന്തരം വിളിക്കുന്നുണ്ട്. ഇപ്പോ നിരന്തരം വിളിക്കുന്നുണ്ട്. ഓരോരുത്തർ അനുഭവിക്കുന്ന ഡിസോർഡറുകൾ കേട്ടണ്ടല്ലോ, നമുക്കൊന്നും ഒന്നുമില്ല, ഒരു പ്രശ്നമല്ലേ നമുക്ക്. അത്ര ആശ്വാസത്തിലാണ് നമ്മൾ. നോക്ക്, നിങ്ങളെ ഒരു സൈക്കാട്രി മെഡിസിൻ കഴിക്കുന്ന ഒരു സൈക്കാട്രി വേറെ പല ലെവലിലുണ്ട്. ഉറങ്ങാത്തൊരു ആളുള്ളൊരു വീടിന്റെ സ്ഥിതി എന്തായിരിക്കും? ഉറങ്ങാത്തൊരു വ്യക്തിയുള്ളൊരു വീടിന്റെ സ്ഥിതി എന്തായിരിക്കും? ചിന്തിച്ചു നോക്ക് നിങ്ങള്. ഉറങ്ങാൻ കഴിയണില്ല, ഉറങ്ങാനേ കഴിയണില്ല. അയാൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടുമോ എന്ന് വിചാരിച്ചിട്ട് വീട്ടുകാർ മുഴുവൻ ഉറങ്ങാതെ കഴിയുന്ന ഒരു വീടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഓട്ടിസം ബാധിതനായ കുഞ്ഞുള്ള വീടിന്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മളൊക്കെ നാടുകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ പാണ്ടിക്കാട് ഒരു ബഡ്സ് സ്കൂൾ ഉണ്ട്, അവിടെ നിന്ന് പോയിക്കാണ്. നമ്മൾ കുട്ടികളെയും കൊണ്ട് ടൂർ പോകുമ്പോൾ ടൂറുകൾ ഇങ്ങനെ പലപ്പോഴും എന്താ പറയാ, അവർക്ക് തുള്ളാനും ചാടാനും ഓടാനൊക്കെ പറ്റുന്ന സ്ഥലത്തേക്ക് മാത്രമാണ് സ്കൂളുകളിൽ നിന്നാണെങ്കിലും അതിന് രക്ഷിതാക്കളാണെങ്കിലും ഒക്കെ കൊണ്ടുപോകുക. ഒന്ന് പോണടക്കൊക്കെ. നമ്മൾ ഈ അടുത്ത പ്രദേശത്തുള്ള എടത്തനാട്ടുകരയിലുള്ള ഒരു സുഹൃത്ത് അവിടുത്തെ അധ്യാപകനാണ്, സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകനാണ്. അപ്പൊ ശരിക്ക് ഞാനൊരു UP സ്കൂളിലെ മാഷ് എന്നുള്ള ആൾക്ക് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യത്തിൽ ഞാൻ തിരുത്തണം എന്ന് എനിക്ക് തോന്നി. വലിയ 18ഉം 19ഒക്കെ വയസ്സായ ആളുകളുണ്ട്. അവരവരുടെ മല അവിടെ ഇടും. ആ മല കണ്ണ് തെറ്റി അവരെടുത്ത് കഴിക്കും. ഒന്ന് കണ്ണ് തെറ്റിയാൽ മലം കഴിക്കുന്ന ഒരു മോനെ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തേകാരം? ചെറിയ വികൃതിയൊക്കെ കാട്ടി കുട്ടികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ചാടും തല്ലൂടും ചെയ്യുമ്പോൾ തന്നെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവർ ഓർക്കണം. ഞാൻ എൻ്റെ 7C പഠിക്കുന്ന നെശ്വ എന്ന് പറഞ്ഞ മോളെ വീട്ടിലിടക്ക് പോകും. ഞാൻ മാത്രമല്ല, നമ്മളെ ടീച്ചേഴ്സ് പോകും. അപ്പൊ അവളിപ്പോ 3ാം ക്ലാസ് മുതൽ ഞാൻ അവളുടെ അടുത്ത് പോകുന്നുണ്ട്. ഇപ്പൊ 7ാം ക്ലാസ്സിലെത്തി. ഇങ്ങനെ കിടക്കാണ്, കൈയും കാലം ഒന്നും അനങ്ങൂല. അള്ളാഹു കുട്ടിക്ക് സുരക്ഷിതമായ ഒരു ഭാവി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, നമ്മളെ കുട്ടികൾ ഓടുന്നതിനും ചാടുന്നതിനുമാണ് നമുക്ക് പ്രശ്നം. എത്രയോ വർഷങ്ങളായി സഹോദരന്മാരെ, എത്രയോ വർഷങ്ങളായി അവര് പോവുകയാണ്. എവിടെ അറിയോ? ഈ കയ്യും കാലും ഒഴിഞ്ഞു നേരാക്കാൻ. ഈ കയ്യും കാലും. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു, പക്ഷെ പഴയ മാതിരിയൊന്നല്ല, ഇപ്പൊ അവളെ വലത്തെ കൈ വിരലൊക്കെ അനങ്ങുന്ന എന്നോട് പറഞ്ഞു അവരെ വല്യമ്മ. ഫുൾ ചിരിച്ചിങ്ങനെ നമ്മളെ സ്വീകരിക്കുന്ന ഒരു വല്യമ്മ ഉണ്ട്. നമ്മൾ ചെന്ന അവള് പറയും, മാഷക്ക് ചായ കുടിക്കും, ടീച്ചർക്ക് ചായ കുടിക്കും. അവള് വർത്താനം വ്യക്താവൂല. അതെനിക്കറിയാം, കാരണം അത് ഞാൻ പലതവണ കേട്ടതുകൊണ്ട്. ഒരു വാപ്പ ആ കുഞ്ഞിനു വേണ്ടി പ്രവാസം ഒഴിവാക്കി ജീവിക്കണം. ഞാൻ ഈ തവണ ചെന്നപ്പോ 3:45 അദ്ദേഹം ഉച്ചച്ചോറ് കഴിക്കാണ്. ഒരു ഉമ്മ, ഒരു വല്യമ്മ, ഒരു വല്യപ്പ ഒരു കുട്ടിക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഞാൻ പറയുന്നത്, എങ്ങനെ അവർക്ക് ഇത് പറ്റുന്നു എന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസിക്ക് പറ്റുന്ന ഞാൻ പറയുന്നത്. നിരാശാരണ സാധനം ഉണ്ടാവില്ല. എന്റെ കാരണം എന്താ അറിയോ? അള്ളാഹു സർവശക്തനാണെന്നുള്ള ബോധം ഉള്ളിലുള്ള ഒരാൾ എങ്ങനെയാണ് നിരാശപ്പെടുക? നോക്കൂ, നിങ്ങൾ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന് പറ്റാത്ത ഒന്നുമില്ല. കൊല്ലം ജില്ലയിലെ എൻ്റെ ഒരു സഹോദരൻ, കുട്ടി ജനിച്ചപ്പോ 17-18 കൊല്ലം കുഞ്ഞില്ലാതെ അവസാനം കുഞ്ഞ് ജനിച്ചപ്പോ കുഞ്ഞിന് കൊടുത്ത പേരെന്താ അറിയോ? ദുആ ഉൽ ലയാലി എന്നാണ്. രാത്രികളിലെ പ്രാർത്ഥന എന്ന് അതിന്റെ അർത്ഥം. അയാൾ രാത്രികളിൽ ഇരുന്ന് ദീർഘമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു. നല്ലൊരു കുഞ്ഞിനെ ആ കുട്ടി കൊടുത്തു. എന്നിട്ടോ കുട്ടിക്ക് പേരിട്ടാണ്. നമ്മളിങ്ങനെ ഭാര്യന്റെ പേര് A ആണ്, മറ്റേത് B ആണ്, മൂത്ത കുട്ടിന്റെ പേര് C ആണെന്നൊക്കെ പറഞ്ഞ് തപ്പല്ലേ ചെയ്യാ. അയാൾക്ക് പേരിടാൻ സംശയമൊന്നും തോന്നില്ല. ദുആ ഉൽ ലയാലി, രാവുകളിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതിന് എനിക്ക് കിട്ടിയ സമ്മാനം എന്നാണ് കുട്ടിക്ക് പേരിട്ട്. മനസ്സിലായില്ലേ? അല്ലാഹ് സർവശക്തനാണ്. ഇദാ അറാദ അൻ യകൂന കുൻ ഫയകൂൻ. അല്ലാഹു എന്തെങ്കിലും ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, അതുണ്ടാവും. ആ വിശ്വാസം ഉള്ളിൽ വേണം. നമ്മളെല്ലാ പ്രശ്നവും പഠിച്ചോ പരിഹരിച്ചു തരും, ഒരു വിഷയമല്ല. അങ്ങനെ നമുക്ക് അള്ളാഹിനെ വിശ്വാസം ഉണ്ടോ? ഈ ഇരിക്കണ ഇരുത്തത്തിൽ നിങ്ങളും ഈ നിൽക്കണ നൃത്തത്തിൽ ഞാനും നിന്ന് നമ്മൾ അവലോകനം നടത്തേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടുത്തെ ചരടും ഇവിടുത്തെ ഉറുക്കും അവിടുത്തെ കോഴിമുട്ടം എഴുതിയതൊന്നും വേണ്ടി വരില്ല, ഒന്നും വേണ്ടി വരില്ല. ഇവിടെ ഇരിക്കുന്നുണ്ട് മൊയ്തീൻക. കഴിഞ്ഞ ദിവസം എന്റെ കയ്യിൽ ഒരു കടലാസ് തന്നു. ആ കടലാസിലുള്ള എന്തൊക്കെയോ തക്കാളി, ഉള്ളി, മുട്ടിയും കോഴിയൊക്കെ കൊണ്ട് ചെല്ലാനാണ്. അദ്ദേഹത്തിന്റെ എവിടുന്നോ കിട്ടിയതാണ്. മനുഷ്യന്മാരെ പറ്റിക്കണിന് വേണ്ട ഒരു അതിർത്തി. നിരാശ കൊണ്ട് ജീവിക്കുന്ന, നിരാശകളുടെ ആയക്കടങ്ങളിൽ മുങ്ങിത്താവുന്ന മനുഷ്യർക്ക് ഇത് ഈ മുട്ടയേറ്റിട്ട് ഈ തക്കാളിയും കൊണ്ട് ഈ വെണ്ടക്കയും കൊണ്ട്
കൊണ്ടുപോകണ ഒരു മനുഷ്യൻ ഇത് വാങ്ങണത് എങ്ങനെ അറിയോ? കറി വെക്കാൻ വാങ്ങണ മാനസികാവസ്ഥയിലല്ല, സ്വന്തം ജീവിതത്തിലെ നൊമ്പരങ്ങൾക്കും വേദനകൾക്കുള്ള പരിഹാരമായിട്ടാണ് വാങ്ങണത്. പറ്റിക്കണിന്റെ അതിർത്തി വേണ്ടേ? പറ്റിക്കണിന്റെ അതിർത്തി വേണ്ടേ? റബ്ബ് സർവശക്തനാന്ന് വിചാരിക്കേണ്ട ഒരാളെ മുന്നിൽ ഓരോരുത്തരും മരിച്ചു വീണാലും ഒന്നും സംഭവിക്കൂല. അതാണ് അയ്യൂബ് നബിന്റെ ചരിത്രം. മക്കളൊക്കെ പോയി, സമ്പാദ്യം ഫുള്ള് പോയി, മക്കള് ഫുള്ള് പോയി. 11 മക്കളെ ഒരേ ശ്മശാനത്തിൽ മറവ് ചെയ്ത് തിരിച്ചു പോകുന്നൊരു വാപ്പാന്റെ മനസ്സെന്തായിരിക്കും? വെറുതെ നിങ്ങൾ ആലോചിക്കുക. നമ്മളൊരു കുട്ടിക്ക് ജലദോഷം വന്ന് വയറ്റുനോക്ക് വന്ന് നിൽക്കാത്ത പനി 104 കാണിച്ചാല് നമ്മൾ എന്തൊക്കെ ചെയ്യും? ഇതല്ല, മരിക്കണം, ഓരോ കുട്ടി മരിക്കണം. 11 കുട്ടിക്ക് ഖബർ കുഴിച്ചു, കഫം ചെയ്തു, കുഞ്ഞിനെ മറവ് ചെയ്തു. എന്നിട്ടും പറഞ്ഞ എന്താ? വയ്യൂബ ഇദ്നാദാ റബ്ബഹു റബ്ബി ഇന്നി മസ്സനിയദ് ദുർ വഅൻത അർഹമുർ റഹീമീൻ. എനിക്ക് ദുരിതം ബാധിച്ചിരിക്കുന്നു, നീ അർഹമുർ റഹീമീനാണെന്നാ പറഞ്ഞത്. നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും കാരുണ്യവാനെന്നാ പറഞ്ഞത്. അപ്പൊ ആ മനസ്സ് വിശ്വാസിക്കുണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? അള്ളാഹുവിന്റെ കാരുണ്യം എന്നുള്ളത് ഏറ്റവും വലിയ പാപമാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത് എന്നുള്ള ആ ഒരു വലിയ സംഭവം അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവരൊരിക്കലും നിരാശയ്ക്ക് പോകില്ല. മറ്റൊന്നെന്താ അറിയോ? പ്രയാസങ്ങളൊന്നും ശാശ്വതമല്ല എന്നുള്ളൊരു മനസ്സുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഇതൊക്കെ കഴിയുമ്പോൾ എനിക്കൊരു ആശ്വാസം ഉണ്ടാവും. ചെറിയ മക്കളെയും കൊണ്ടാണ് അല്ലേ, 3-4 മക്കളെ ഉണ്ടായിട്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാത്ത, എല്ലാം ഭർത്താവിൽ അവലംബിച്ചൊരു പെണ്ണ് പെട്ടെന്ന് വിധവയാകണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പെട്ടെന്നാണ് വിധവയാകുകയാണ്. ഈ കുഞ്ഞുമക്കളൊക്കെ പോറ്റി വളർത്തണം കേട്ടോ. ആ പെണ്ണിന് മൂപ്പരുണ്ടാക്കി കൊടുത്ത വീട്ടിൽ നിന്ന് ആ പെണ്ണിനെ പുറത്തേക്ക് ചാടിക്കാൻ നോക്കണേ ആ അമ്മായിമാന്റെ ഒരു പരലോകം എന്തേകരം? വെറുതെ ആലോചിച്ചില്ല നിങ്ങള്, വെറുതെ ആലോചിച്ചില്ല. അപ്പോ ഞാൻ ആ സ്ത്രീനോട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര പെൺകുട്ടികളുണ്ട്? 4 പെൺകുട്ടികൾ. ഇതിലേതെങ്കിലും ഒരു മോൾക്ക് വൈധവ്യം വരുന്ന ദിവസം മാത്രമേ നിങ്ങളെ മരുമോൾ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നീണ്ട വർഷങ്ങൾക്ക് ശേഷം, ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഇളയ മോളുടെ ഭർത്താവ് മരിച്ചപ്പോൾ അവരൊന്ന് ശയ്യാവലംബിയാണ് കേട്ടോ. അവരെന്നോട് പറഞ്ഞു, മൗലവി നിങ്ങളാ പറഞ്ഞത് എനിക്ക് ഇപ്പൊ ശരിക്കും മനസ്സിലായി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, അത്രേ ഉള്ളൂ സഹോദരന്മാരെ. ചിലപ്പോ പാണി പടച്ചോ ദുന്യാവ് തരും, നല്ല ശ്രദ്ധിച്ചു വേണം ചെയ്യാനേ. നോക്ക് നിങ്ങൾ, ഇനി ഓരോ പരീക്ഷണത്തിനും പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. എന്ത് പരീക്ഷണം വന്നാലും ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സബറുള്ളവർക്ക് അല്ലാഹു അതിർത്തിയില്ലാതെ കൂലി കൊടുക്കുന്നതാണ്. ഒരതിർത്തിയില്ലാതെ. മാരക രോഗമാണ്. ഇവിടെ തന്നെ ഇരിക്കണം നമ്മുടെ ചില സുഹൃത്തുക്കളുണ്ട്, ജനിതക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളുള്ളവരുണ്ട്. ഓരോരുടെ ദീന് കൃത്യതപ്പെടുത്തണം, ഓരോ നിസ്കാരം ഒരു ചിട്ടപ്പെടുത്തണം, ഒരു ജമാഅത്ത് ഒരു ശരിയാക്കണം. എന്നെന്തറിയോ? മക്കളുടെ രോഗത്തിന്റെ പേരിൽ എന്താ പറയാ, അധ്വാനത്തിൽ നിന്ന് അധ്വാനത്തിലേക്കും പരിശ്രമത്തിൽ നിന്നും പരിശ്രമത്തിലേക്കും പോകുമ്പോ അതും മതി സ്വർഗം കിട്ടാൻ. നല്ല തെളിഞ്ഞ മനസ്സോടെ, നിരാശ ഉണ്ടാകാൻ പാടില്ല. എന്തേ എനിക്ക് പഠിച്ചു അങ്ങനത്തെ ഒരു കുട്ടിനെ തന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. ആ കുട്ടിനെ ആരും കാണാതിരിക്കാൻ ഒളിപ്പിക്കാൻ പാടില്ല, അല്ലേ? ഒളിപ്പിക്കാൻ പാടില്ല. നമുക്ക് അങ്ങനത്തെ മക്കളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു, 2 കൈയില്ലാത്തൊരു കുട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരു കളിപ്പാട്ടം കൊണ്ട് കൈയും കാലൊക്കെ ഉള്ള ഒരു കുട്ടി ഇങ്ങനെ കളിക്കാണ്. അവസാനം ആ കുട്ടി കളിക്കണ എല്ലാ കളിയും ഇവൻ ഇറങ്ങി ചെന്നിട്ട് കൊണ്ട് 2 കാലം കൊണ്ട് ചെയ്യുന്നത്. എന്തൊരു രസം കാണാൻ. ഞാനൊരു വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് പാടുണ്ട്. പരിമിതിയുള്ള കുട്ടികൾ, വീട്ടിലുള്ളവരും പ്രയാസങ്ങളുള്ളവരൊക്കെ ഓരെ എന്തൊക്കെ അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുമോ അതിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടേ, അവരെ സെൽഫ് സെറ്റിൽഡ് ആക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് സഹോദരന്മാർ. അപ്പൊ ആ നിലക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. പിന്നെന്താ വെച്ചാൽ 5-മത്തെ കാര്യം എന്താ അറിയും? വിശ്വാസം എപ്പോഴും വിചാരിക്കും ഇത് അവസാനത്തെ സ്റ്റേഷനല്ല. ഇഹലോകം എന്നുള്ളത് അവസാനത്തെ സ്റ്റേഷനല്ല. അവസാനത്തെ സ്റ്റേഷൻ പരലോക. അവിടെ പരിമിതികളില്ലാത്ത സ്വർഗം വരാനുണ്ട്. അത് കിട്ടണമെങ്കിൽ കണ്ണടച്ചാൽ മതി. കണ്ണടച്ചാൽ അതിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങും. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരൊന്നും ഒരിക്കലും നിരാശപ്പെട്ടില്ല. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നോക്ക് നിങ്ങൾ. യാക്കൂബ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ മോനെ നഷ്ടപ്പെട്ടു. യൂസുഫ് അലൈഹി ഇസ്ലാമിയെ നഷ്ടപ്പെട്ടു. യൂസുഫ് അലൈഹി ഇസ്ലാമിയെ നഷ്ടപ്പെട്ട് മക്കള് ഒരാടിനെ കറുത്തിട്ട് അതിന്റെ ബ്ലഡ് ഈ വസ്ത്രത്തിലൊക്കെ പുരട്ടിയിട്ട് കൊണ്ടുചെന്നു. നല്ല ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയണേ കേട്ടോ, നല്ല ചിന്തിക്കാൻ വേണ്ടിയാ പറയണത്. ഈ മാലകളിലൊക്കെ കാണുന്ന കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഷേഖ് കാണുന്ന ഒരു നാടൻ അറിവാണ്. ഒരു ആടിന്റെ ബ്ലഡ് ഈ ഡ്രസ്സുമാക്കി കൊണ്ടുവന്നിട്ട് ആ വാപ്പാക്ക് മനസ്സിലായില്ല അതൊരു പ്രവാചകനാണ്. ആ വാപ്പ തട്ടിക്കയറിയതുമില്ല മക്കളോട്. അവസാനം എന്താ അദ്ദേഹം പറഞ്ഞൊരു വാക്കറിയോ? അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമിഅ. എനിക്ക് കിട്ടും എന്റെ മോനെ എനിക്ക് കിട്ടും, ഒരു ബേജാറും എനിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, എന്താ അദ്ദേഹത്തിന്റെ അവസ്ഥ ഖുർആൻ പറയുന്നുണ്ട്, വബിയല്ലാഹു ഐനാഹു മിനൽ ഹുസ്ൻ.
അദ്ദേഹത്തിന് ദുഃഖഭാരം കൊണ്ട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അത്രയും ദുഃഖം ഉണ്ടായിരുന്നു. എന്നിട്ടും ആ മക്കളോട് അദ്ദേഹം തട്ടിക്കയറി ഒന്നും ചെയ്തില്ല. അവർ പറഞ്ഞതിൽ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം സബറാക്കുകയാണ് ചെയ്തത്. നോക്കൂ നിങ്ങൾ, ഫിറൗനിന്റെ മുന്നിലെത്തിപ്പെട്ടപ്പോ മൂസാ നബിന്റെ ജനത പറഞ്ഞു, ഇന്നാല മുതറക്കൂ, നമ്മൾ എന്തായാലും പിടിക്കപ്പെടുന്നു. അപ്പൊ അദ്ദേഹം കൊടുത്ത മറുപടി എന്താ? കല്ല ഇന്ന മഅ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് വഴി കാണിക്കും എന്നാണ്. എന്റെ റബ്ബ് വഴി കാണിക്കും, നിങ്ങൾ പേടിക്കണ്ട, ധൈര്യത്തോടെ അദ്ദേഹം പറഞ്ഞു. എന്റെ കാര്യം എന്താ? ഹൃദയത്തിൽ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിയുന്ന ഒരു പടച്ചോനുണ്ട് എന്നുള്ള ബോധ്യത്തെ ഉള്ളിലേക്ക് എടുത്തു വെച്ചോണ്ട. അതുണ്ടാവുമ്പോ ഒരിക്കലും എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല, ഒന്നും ചെയ്യേണ്ടി വരില്ല. എനിക്ക് വളരെ അടുത്തറിയണ എൻ്റെ ഒരു സുഹൃത്ത്, വളരെ സമ്പന്നനായൊരു വ്യക്തി. അദ്ദേഹത്തിന് മക്കയുടെ ഹറമും അനുബന്ധമായുള്ള പ്രദേശങ്ങളിലൊക്കെ കൂടെ ഒരു 10-25 ബൂഫിയൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല ബിസിനസ്സൊക്കെ ആയിട്ട് പോകുന്ന ഒരാള്. അയാളുടെ ഫുൾ ബിസിനസ് അറബ് സുഹൃത്ത് വന്നിട്ട് ഒരു ദിവസം കൊണ്ട് ടേക്കപ്പ് ചെയ്തു. അയാൾക്കെതിരെ കള്ള പരാതികൾ കൊടുത്ത് അയാളെ ജയിലിലാക്കുന്ന അവസ്ഥ ഉണ്ടായി. വണ്ടി ഇങ്ങനെ ഓടിച്ചു പോയപ്പോൾ പറഞ്ഞു, ഞാൻ ഒളിച്ച് താമസിച്ചിനെ, ജാമ്യം എടുക്കുന്നത് വരെ ഒളിച്ച് താമസിച്ചിരുന്നേ ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇപ്പൊ തോന്നിയേ? എന്താ മൂലം തോന്നുന്നു? ഞാൻ എത്രയോ കാലം അള്ളാഹ്ക്ക് വില കൊടുക്കാതെ ജീവിച്ച ആളാ. എന്തു പ്രശ്നം വന്നാലും അള്ളാഹിന്റെ അടുത്ത് ഓടിയ ആളാ. അള്ളാഹുവിനാണ് ബോധ്യപ്പെട്ടപ്പോഴേ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇതൊക്കെ എനിക്ക് പടച്ചോൻ തന്നതല്ലേ, ഇപ്പൊ എനിക്ക് പ്രശ്നമുണ്ട്, ഇതൊക്കെ വേണമെങ്കിൽ എനിക്ക് പടച്ചോന് തരാൻ പറ്റൂലേ? ഞാൻ സീറോയിൽ നിന്ന് തുടങ്ങി, കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് സീറോയിൽ നിന്ന് തുടങ്ങി. അതിലേറെ സമ്പന്നമായി. ഒരു കൗണ്ടറിന്ന് 1 ലക്ഷം ഞാൻ എടുത്തോടത്തുനിന്ന് നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ 3 ലക്ഷം ഉറുപ്പ്യൊക്കെ വൈകുന്നേരം ഇന്ത്യന്റെ പൈസ 3 ലക്ഷം 4 ലക്ഷം ഉറുപ്പ്യ ഒരു ദിവസം ഞാൻ എണ്ണിയെടുക്കും. അത്ര വലിയ അവസ്ഥയ്ക്ക് എത്തി. എന്നാൽ ഈ ചങ്ങാതിയോ, അവന്റെ കണ്ണിന്റെ കാഴ്ചശക്തി പോയി, അവന്റെ കടകൾ മുഴുവൻ പൂട്ടി. അവൻ എന്റെ മുന്നിൽ രക്ഷ ചോദിച്ച് കെഞ്ചി വന്നു. അപ്പോഴാണ് ശരിക്കും ക്ലൈമാക്സ്. നിങ്ങൾ എന്ത് ചെയ്തു? ഞാനൊരു ബൂഫിയോട്ട് കൊടുത്തു പറഞ്ഞു, എങ്ങനെയുണ്ട്? ഉള്ളിൽ ഈ സാധനം കയറി അങ്ങനെ കരം ഇതിമന്നുണ്ടാക്ക് എന്ന് പറഞ്ഞ് ഞാൻ അവനൊരു ബൂഫിയോട്ട് കൊടുത്തു പറഞ്ഞു. അത്രേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോ യൂനുസ് നബി അലൈഹി സ്വലാം പടച്ചോൻ പറഞ്ഞത് കേൾക്കാതെ പോയത്. നാട്ടുകാരൊക്കെ കൂടെ തിരിഞ്ഞു. അദ്ദേഹം തൗഹീദായിട്ട് ചെന്നപ്പോ നാട്ടുകാരൊക്കെ, അത് ശൈലി മോശമായതുകൊണ്ടൊന്നല്ല, ഈ വിഷയം അത്ര ദഹിക്കൂല, ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അവരെത്രയോ കാലമായി ഉൾക്കൊണ്ട് വിശ്വസിക്കുന്ന ഒരു നിലപാടിനോട് നോ പറയാൻ അതിന് അതുല്യമായ മനക്കരുത്ത് വേണം. പക്ഷേ തിമീകലത്തിന്റെ ഉള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അപകടത്തിൽപ്പെടുമ്പോൾ ഒരു വിശ്വാസി ചൊല്ലാനുള്ള ദുആയത്, അത്ഭുതകരമായ രക്ഷ കിട്ടാനുള്ള ദുആയാണിത്. ഇത് വിശ്വസിച്ചുള്ള അത്ഭുതകരമായ രക്ഷ ഉണ്ടാകുന്നതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, നമ്മളെ ഒരു സഹോദരൻ ഈ ഇലക്ട്രിക് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരു എന്താ പറയാ, മോട്ടർ ഇങ്ങനെ വലിച്ചു കയറ്റാൻ വേണ്ടി നോക്കണീൻ്റെ ഇടക്ക് കയറാണ്ട് പൊട്ടി, മോട്ടറിന്റെ താഴത്തേക്ക് വീണു. വലിയ മോട്ടറാണ്, വലിയ കിണറാണ്. കിണറിലിറങ്ങി ശീലമൊന്നുമില്ല. പഠിച്ചോനെ എന്ത് ചെയ്യും? എനിക്ക് ഈ ദിക്റിന്റെ ഓർമ്മ ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാനൊരു കുളത്തിട്ടിട്ട് വെള്ളത്തിൽ കണ്ട് ഇട്ടു, ഇങ്ങനെ വലിച്ചു നോക്കുമ്പോ കാനാട് വന്നപ്പോണ്ടല്ലോ, ഞാനൊരു അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട്. പതുക്കെ ഞാനതിന് പൊക്കിയെടുത്തു. ശരിക്കും റബ്ബിൽ വിശ്വസിച്ച് നമ്മൾ ആത്മാർത്ഥമായി പടച്ചോനോടാണ് വർത്താനം പറഞ്ഞാലേ, പടച്ചോൻ പറഞ്ഞാൽ എന്താ പറയുക, ചിലപ്പോ അപ്പട് തരും, അല്ലെങ്കിൽ പിന്നെ തരും, അല്ലെങ്കിൽ പരലോകത്ത് നിന്ന് തരുന്നു. ആ ഓർമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹനെ ആളുകള് ജയിലിൽ അടച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞാൽ മാ യഫ്അലു ബി അഅദാഇ, എന്റെ ശത്രുക്കൾ എന്നെ കൊണ്ട് എന്തായി ചെയ്യുന്നത്? അന ജന്നതി വ അന ബുസ്താനി ഫീ സുദരി, എന്റെ പൂന്തോട്ടവും എന്റെ സ്വർഗവും ഒക്കെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലായിരിക്കണേ. ഇതെനിക്കൊരു സ്വർഗം പോലെ ഫീൽ ചെയ്യണേ. ദിക്ർ ചൊല്ലാൻ കുറച്ചും കൂടി സമയം കിട്ടിയെന്നല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് നമ്മൾ നിരാശയില്ലാത്ത പ്രതീക്ഷയുള്ള മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു വാചകമുണ്ട്, മാ ഉബാലി അലാ അയ്യി ഹാലിൻ അസ്ബഹതു വ അംസൈതു. ഓരോ രാവിലെയും വൈകുന്നേരം എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് പരിഗണിക്കില്ല. അലാമ ഉഹിബ്ബു ഔ അലാമ അക്റഹ്, അതെനിക്ക് സന്തോഷമുള്ളതാണെങ്കിലും എനിക്ക് ദുഃഖമുള്ളതാണെങ്കിലും ഞാനത് ഒന്നും എടുക്കല്ല. രാവിലെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ മെയിൽ തുറന്നു നോക്കിയപ്പോൾ അതിൽ 5 ലക്ഷം റുപ്യ ശമ്പളം കിട്ടുന്ന ഒരു ജോലി,
വലിയ ആഹ്ലാദം, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് വലിയ ആഹ്ലാദമൊന്നും ഉണ്ടാവില്ല. ഉച്ചയാകുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയി നോക്കുമ്പോൾ എനിക്ക് വയറ്റിൽ ക്യാൻസർ ആണ്. അപ്പോഴും എനിക്ക് അതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാകൂല. കാരണം എനിക്കറിയില്ല ഞാൻ വെറുക്കുന്നതിലാണോ ഞാൻ ഇഷ്ടപ്പെടുന്നതിലാണോ എന്റെ ഹൈർ ഇരിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്നാണ്. നമ്മൾ വെറുക്കുന്നതിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഹൈർ ഉണ്ടാകുക. നമ്മൾ വെറുക്കുന്ന ഒരു കാര്യത്തിലായിരിക്കും കറങ്ങിത്തിരിഞ്ഞ അവസാനം അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഹൈറിലേക്ക് എത്തിയത് എന്നായിരിക്കും യഥാർത്ഥത്തിൽ അവസാനം ചിലപ്പോൾ സംഭവിക്കുക തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിചാരിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഹൈറിനെയും ഷെറിനെയും ഒക്കെ പിന്നെ അതിന് ആ അർത്ഥത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. നമ്മുടെ കുട്ടികളൊക്കെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ബുക്കൊക്കെ ചട്ടയൊക്കെ പൊതിഞ്ഞൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും. ഒരു ചിട്ട കുട്ടികൾക്ക് കൊടുക്കണം. ഇത്ര സമയം മുതൽ എത്ര സമയം വരെ നീ വായിക്കണം, ഇത്ര സമയത്ത് നീ ഖുർആൻ ഓതണം. ഇതൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ഇടലാണ് രക്ഷിതാക്കൾ. ഇവിടെ ഇരുന്ന് വെറുതെ ചിന്തിച്ചോ കണി അല്ലേ? ഒരു ടൈമും ഒരു ഷെഡ്യൂളും നമ്മൾ കൊടുത്തിട്ടില്ല. അത് രക്ഷിതാക്കളാണ് കൊടുക്കേണ്ടത്. പിന്നെ എല്ലാ ദിവസവും കുട്ടികളെ ബുക്കൊന്ന് മറിച്ചു നോക്കണേന് എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാ ദിവസവും ബുക്കൊക്കെ ഒന്ന് മറിച്ചു നോക്കി ഒരു നോട്ട് ബുക്കിൽ ഒന്നും എഴുതിയത് കാണില്ല. വിളിക്കണേ, ടീച്ചറെ വിളിക്കണം, മാഷെ വിളിക്കണം. പഴയ മരുന്നല്ല. ഓരോ അധ്യാപകനും ആ അധ്യാപകന്റെ ലെവലിൽ, ഞാൻ അധ്യാപക സമൂഹത്തിലെ ഒരാളെ വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ എടുക്കണ്ട. ശരിക്കും ഇടങ്ങാറുണ്ട്. ഈ മക്കളോടൊന്നും പറയാനും പറ്റില്ല, മിണ്ടാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. അവരെ പഠിപ്പിക്കും വേണം. നിയമങ്ങളുടെ കുരുക്കുകളും നൂലാമാലകളും ഭയങ്കരമാണ് അല്ലേ? പുതിയ സർക്കാരും സംവിധാനമൊക്കെ വന്നപ്പോൾ നമ്മുടെ കൂട്ടായ്മ ഒരു ടീം വർക്ക് ഉണ്ട്. അവര് നമ്മൾ ഒന്നിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കേണ്ട പിന്നെ തിരുത്തുകൾ ചോദിച്ചപ്പോൾ ഒരുപാട് നൂലാമാലകളെ കണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് വീട് കിട്ടണമെങ്കിൽ 5 സെന്റിലേറെ സ്ഥലം ഉണ്ടാകാൻ പാടില്ല. ഒരാൾക്ക് 25 സെന്റ് സ്ഥലമുണ്ട്, 1 സെന്റിൽ പോലും താമസിക്കാൻ പറ്റൂല. അപ്പോ വാസയോഗ്യമായ ഭൂമി ഉണ്ടെങ്കിൽ എന്നുള്ളൊരു വേർഡ് കയറിയാൽ മതി, ഉദ്യോഗസ്ഥന് ഫയൽ നീക്കാം. ഇങ്ങനെ പേപ്പർ ഉണ്ടാക്കിയപ്പോൾ അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട കുറെ സാധനങ്ങൾ എഴുതി. അപ്പോഴാണ് ശരിക്കും നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച്. അതായത് മിനിസ്റ്റർമാർക്ക് അത് കൊടുക്കലേ നമ്മളൊരു ഫറലാണ്, നടത്തൽ ഓല ഫറലാണ്, നമുക്ക് പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറയുന്നത് അധ്യാപകരൊക്കെ വില്ലിംഗ് ആണ്. നമ്മൾ അവരുടെ അടുത്തേക്ക് കാര്യങ്ങൾ അറിയിച്ചും പറഞ്ഞും ചെല്ലുകയാണെങ്കിൽ, അതുകൊണ്ട് നമ്മളെ കുട്ടികൾ ശരിയായ ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ, ഉയരം എന്നത് എന്ത് എന്നുള്ളത് അവരുടെ കഴിവിനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചായിരിക്കും, പടച്ചവന്റെ തൗഫീഖിനനുസരിച്ചായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള നിരാശ ഒരിക്കലും ഉണ്ടാകരുത്. എല്ലാവരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുന്നു.